ഇന്ന് നമ്മൾ പറയാൻ പോണത് സ്ത്രീകൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോണത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സ്ത്രീകൾ ഈ ഒരു കുറേ സാഹസങ്ങൾ കാണിക്കാറുണ്ട്. സാഹസങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പെട്ടിയും ബാഗ് എടുക്കണം. ആണുങ്ങളെ പോലെ ഞങ്ങൾക്കും ഈ ഭൂമിയിൽ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം, ഞങ്ങൾക്ക് ഒരു അപകടം പറ്റില്ല, ഞങ്ങൾക്ക് അതിനുള്ള തൻ്റെ ഇടമുണ്ട്, അതിനുള്ള കഴിവുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമറയും കൈ പിടിച്ചിട്ട് കുറേ യൂട്യൂബേഴ്സ് സ്ത്രീകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് അല്ലാത്തവർ ലോകം കാണാൻ വേണ്ടി, ഇന്ത്യനെ അടുത്തറിയാൻ വേണ്ടി, അല്ലെങ്കിൽ ഫോറിൻ രാജ്യങ്ങൾ അടുത്തറിയാൻ വേണ്ടി ഇതുപോലൊരു വേഗം തൂക്കി പിടിച്ചിട്ട് എവിടെയും ഞങ്ങൾക്ക് നടക്കാം, ഞങ്ങളെ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്കൊരു താക്കീതായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുക. ഈ ഒറ്റയ്ക്ക് തൻ്റെ അടുത്തോടുകൂടി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഏത് രാജ്യത്ത് ചെന്നാലും നമുക്കൊരു അപകടം പറ്റില്ല, നമ്മൾ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ത്രീക്കുണ്ടായ അനുഭവമാണ് നമ്മൾ ഈ പറയണത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ആ സംഭവത്തിലേക്ക് കിടക്കാം. ഇത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ ഇത് നമുക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നില്ല. എന്നിരുന്നാലും ഇത്രയും തൻ്റെ ഇടം കാണിക്കുന്നവർക്ക് നിങ്ങൾ കരുതിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ പറയണത്. ഈ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബറാണ്. അപ്പോൾ യൂട്യൂബിന് വേണ്ടിയിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ പോകാറുണ്ട്, ഒരുപാട് വീഡിയോസ് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ സാമ്പത്തികം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതൊക്കെ അവരൊരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാബിറ്റാണ്. ഇപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ നമ്മളെ സന്തോഷ് ജോർജ് കുളങ്ങരോട് നമുക്ക് നന്ദി പറയണം. ഓരോ സ്ഥലങ്ങൾ കാണുന്നതും ഓരോ സംസ്കാരങ്ങൾ മനസ്സിലാക്കുന്നതും ഒക്കെ നല്ലത് തന്നെ. അപ്പോൾ അദ്ദേഹം തന്നെ പോകുമ്പോൾ പറയാറുണ്ടല്ലോ, പല സ്ഥലങ്ങളിലും പല അപകടങ്ങളും പതുങ്ങിയിരിക്കുന്നതും ഓരോരുത്തർ പല രീതിയിൽ അദ്ദേഹത്തിന് ഉപദ്രവിക്കുന്നതും എല്ലാം പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ സ്ത്രീകളാകുമ്പോൾ അത് ഉപദ്രവം കൂടും. അപ്പോൾ ഈ യൂട്യൂബർക്ക് സംഭവിച്ച കാര്യം ഞാൻ പറയാം, പേരൊന്നും ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾക്കൊക്കെ അറിയാവുന്നൊരു യൂട്യൂബർ തന്നെയാണ്, സോഷ്യൽ മീഡിയയിലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം നടന്നത് കുറച്ച് ഒരു 8 വർഷം അതിൻ്റെ ഈ സംഭവം നടന്നിട്ട് ഇപ്പോഴാണ് ഈ സംഭവം പുറത്ത് വന്നത്. നമുക്ക് എങ്ങനെയുണ്ടായ വിഷയം എന്ന് പറയാം. ഈ ഒരു യൂട്യൂബർ സ്ത്രീ, നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ യാത്രകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടമാണ് ഉണ്ടാവുക. കാരണം നമുക്ക് കയ്യിൽ നിന്ന് ഒരുപാട് നഷ്ടം വരും. നമ്മുടെ ചിലവും ഈ അവിടെ നിന്നുള്ള വരുമാനം കൂടി ചിലപ്പോൾ ഒത്തുപോയിന്ന് വരില്ല. അപ്പോൾ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതൊന്നും നോക്കില്ല, കുറേ കാശ് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കും. സ്വല്പ സാമ്പത്തികമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇങ്ങനെയുള്ള യാത്രകൾക്ക് ഇറങ്ങി പുറപ്പെടുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ സ്ഥലങ്ങളിലൊക്കെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ വണ്ടികളൊന്നും ഇല്ലാത്ത, ഓട്ടോറിക്ഷ ഇല്ലാത്ത, അല്ലെങ്കിൽ വണ്ടി ഇല്ലാത്ത, അല്ലെങ്കിൽ അവിടുന്ന് നമ്മുടെ ടൗണിലേക്ക് നമ്മൾക്ക് വരാനായിട്ട് ഒരു സൗകര്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വലിയൊരു ടൂറിസ്റ്റ് സൈറ്റിൽ ഈ യൂട്യൂബർ എത്തി. അപ്പോൾ സ്ത്രീ യൂട്യൂബർക്ക് അവിടെ നിന്ന് തിരിച്ചു പോരാനായിട്ട് ഏതെങ്കിലും വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ആളിങ്ങനെ കാറുകൾ ഇട്ടോടത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു ഫാമിലി, ആ ഫാമിലി ഒരു കുട്ടിയുണ്ട്, ഭാര്യയുണ്ട്, അദ്ദേഹമുണ്ട്, ഒരു ഭർത്താവുണ്ട്. അപ്പോൾ ഇവരെ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ടൗണിലേക്ക് എത്താം. ഇവർ സേഫാണ്, ഇവരൊരു അലമ്പൊന്നും ഉണ്ടാക്കില്ല. ഇവരെ കൂടെ നമുക്ക് യാത്ര ചെയ്താൽ സുരക്ഷിതമാണ്. അപ്പോൾ ഈ സ്ത്രീയെ പലതും ശ്രദ്ധിച്ചിട്ടാണ്. പല സ്ഥലങ്ങളിൽ ലിഫ്റ്റ് കിട്ടിയെങ്കിൽ തന്നെ അവരൊക്കെ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും, കുടിയന്മാരാണോ, പ്രശ്നക്കാരാണോ, നമ്മളെ ഉപദ്രവിക്കുകയോ എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം ശ്രദ്ധിച്ചിട്ടാണ്, ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളൊക്കെ നീക്കാറ്. അപ്പോൾ ഈ ഫാമിലിയോട് പറഞ്ഞു, ഞാനിങ്ങനെ ടൗണിലേക്കാണ്, വേറെ വണ്ടി കിട്ടാനില്ല. അപ്പോൾ അവർ പറഞ്ഞു കയറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കിൽ ഈ പെൺകുട്ടി കയറി. അങ്ങനെ അവർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പോയിക്കൊണ്ടിരുന്ന് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ഓരോ വർത്തമാനങ്ങളൊക്കെ ചോദിക്കുന്നത്, നിങ്ങൾ എവിടെയാണ്, എന്താണ് നിങ്ങളുടെ വിശേഷം, എന്താണ് കാര്യങ്ങൾ. അപ്പോൾ ഇവരൊക്കെ ഓരോ സംസാരങ്ങളൊക്കെ ചെയ്തു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഈ പെൺകുട്ടിയുടെ മേത്ത് ഒരു ഉറുമ്പ് കടിക്കുന്ന പോലെ പെട്ടെന്നൊരു കടിക്കില്ല. അപ്പോൾ ഈ കുട്ടി അങ്ങനെ കാണിച്ചു നോക്കിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ആ പെൺകുട്ടി മയങ്ങി അതേപോലെ സീറ്റിൽ ഉറങ്ങിയ പോലെ ഇരിക്കുക ചെയ്യുന്നത്. എന്തുണ്ടായി, പിന്നിലിരിക്കുന്ന ആ കുട്ടീനെയും കൊണ്ടിരിക്കുന്ന സ്ത്രീ ഈ പെൺകുട്ടീനെ എന്തോ സിറിഞ്ചിൽ എന്തോ ഒരു മയക്കുമരുന്ന് കുത്തിവെച്ചു. അതോടുകൂടി ഈ പെൺകുട്ടിയുടെ ബോധം പോയി.
അപ്പോൾ ഫാമിലിന് കുട്ടീൻ്റെ എല്ലാം സുരക്ഷിതമാണെന്ന് വിചാരിച്ച് കയറിയ ആ യൂട്യൂബർക്ക് സംഭവിച്ചത് നിങ്ങൾ കേൾക്കണം. ഇനി അപ്പം തന്നെ മയങ്ങി. ഇപ്പോൾ റോട്ടിൽ കൂടെ വണ്ടി പോകുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഒരു ശ്രീയെന്ന് ഉറങ്ങണം, വേറൊരു കുട്ടിയുണ്ട്, ആർക്കും ഒരു സംശയവും. അങ്ങനെ ഈ കാറ് ചെന്ന് പോയി അവരെ വീട്ടിൽ ഈ പെൺകുട്ടീനെ കൊണ്ടുവന്ന് ഇറക്കി. പിന്നെ ഈ കുട്ടിക്ക് ബോധം വരുമ്പോൾ ഈ പെൺകുട്ടി ഒരു ഇടുങ്ങിയ ഒരു റൂമിലാണ്, സൗണ്ട് പ്രൂഫുള്ളൊരു ഇടുങ്ങിയ റൂമിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ബാത്റൂമും അതുപോലെ തന്നെ ശരിക്കും നേർന്ന് കിടക്കാൻ പറ്റാവുന്ന അത്രയുള്ള ഒരു സൗകര്യമുള്ളതുള്ള ഒരു ചെറിയ റൂം. ഒരു ഓക്സിജൻ ഉണ്ട് എന്ന് മാത്രം, ഒരു ജനല പോലും ഇല്ല. ആ റൂമിലാണ് ബോധം വന്നവർക്ക് കിടക്കുന്നത്. എന്താണ്ടായേ ഏതുണ്ടായെന്ന് ഈ യൂട്യൂബർക്ക് യാതൊരു ചിന്തയുമില്ല, എന്ത് സംഭവിച്ചു എന്നുള്ളത്. ഓർമ്മ വന്നപ്പോൾ ഇങ്ങനെ ഒരു റൂമിലുണ്ട്, എന്ത് ചെയ്യാം. കുറേ കിടന്ന് ഓളിയിട്ടു, നിലവിളിച്ചു, ഒന്നും പുറത്ത് കേൾക്കില്ല. സൗണ്ട് പ്രൂഫാണ്. നമ്മൾ ഈ സ്റ്റുഡിയോയിൽ ഇപ്പോൾ എഡിറ്റിംഗ് ഷൂട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ നമ്മുടെ തിയേറ്ററിൽ വലിയ ഇപ്പോഴുള്ള തിയേറ്ററിലൊക്കെ എത്ര സൗണ്ട് ആയിട്ടുണ്ടെങ്കിലും പുറത്തേക്ക് കേൾക്കില്ല. അതേപോലെയുള്ള സൗണ്ട് പ്രൂഫാണ്. ഓക്സിജൻ ഉണ്ട് എന്ന് മാത്രം, മരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഡോറ് തുറന്നപ്പോൾ പിന്നെ ഇയാളുടെ ആ കണ്ട ഭാര്യയുണ്ട്. അങ്ങനെ ഇയാൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെയാണ് ഞങ്ങൾ പറയണ നിർദ്ദേശങ്ങളനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. ഇന്ന ഭക്ഷണം എന്ന് പറഞ്ഞിട്ട് ആ ഭക്ഷണം വെച്ച് കൊടുത്തു, വെള്ളം വെച്ച് കൊടുത്തു. നിനക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, നിനക്ക് ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് അവർ പോയി. ഇവൾക്ക് മനസ്സിലായില്ല എന്താണ് ഇവരുടെ ഉദ്ദേശം, എന്നെ കൊണ്ട് എന്ത് ചെയ്യിക്കാനാണ്. ഇങ്ങനെ ഒരു ലിഫ്റ്റ് അടിച്ച് പോയ കാരണം ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ ഫോൺ വിളിച്ചപ്പോൾ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാണ്. എവിടെ പോയി എന്ത് പോയി എന്ന് അറിയില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാറുണ്ട്. 4 ദിവസം 5 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ റേഞ്ച് ഉണ്ടാവില്ല. അങ്ങനെയുള്ള സംഭവത്തിൽ ഈ കുട്ടീനെ കിട്ടാറുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടുകാർ അതിനെപ്പറ്റി അന്വേഷിച്ചില്ല. പിന്നെ നാട് കാണാൻ തുടങ്ങിയ ആൾക്കാരല്ലേ, അവരിപ്പോൾ ഏതൊക്കെ രാജ്യത്ത് എന്തൊക്കെയാണ് എവിടേക്കാണ് നടന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് വീട്ടുകാരത് ശ്രദ്ധിക്കാനും പോയില്ല. ഇതുപോലെ പല പ്രാവശ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാനും പോയില്ല. അങ്ങനെ ഇവിടെ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവസം വാതിൽ തുറക്കും, 3 നേരം ഭക്ഷണം കിട്ടും, അവിടെ കിടക്കും, ഒരു രക്ഷയുമില്ല. പിന്നെ ഇയാൾ ഒരു ദിവസം തുറന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഇയാൾ പീഡിപ്പിക്കുക ചെയ്തത്, ലൈംഗികപരമായി പീഡിപ്പിച്ചു. അതോടുകൂടി പെണ്ണിന് മനസ്സിലായി ഇതിന് വേണ്ടിയാണ് എന്നെ കൊണ്ടുവന്നതെന്നുള്ളത്. പിന്നെ ഇടയ്ക്ക് വന്ന് ഇയാൾ ഇവളെ പീഡിപ്പിക്കും, എല്ലാം ലൈംഗികമായിട്ട് ഉപയോഗിച്ചു തുടങ്ങി. അവൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അബദ്ധത്തിൽ വിട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ കിടന്ന് കൈയും കാലിട്ട് അടിച്ചിട്ട് എന്താ കാര്യം? അവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ പല രീതിയിൽ അന്വേഷണം തുടങ്ങി. പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു, ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി, സകല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. ഒരു തുമ്പും കിട്ടുന്നില്ല. എങ്ങനെ തുമ്പ് കിട്ടുക? ഇവിടെ ഒരു ഒറ്റപ്പെട്ടൊരു വീട്ടിൽ ഈ സ്ത്രീ ഒരു ഗുഹ പോലുള്ളൊരു സ്ഥലത്ത് ഇങ്ങനെ താമസിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ കൊണ്ടുപോയി എന്നുള്ളതിന് ഒരു തെളിവില്ല. ഈ പെൺകുട്ടി അവിടേക്ക് പോയി എന്നൊരു തെളിവില്ല. വീട്ടുകാർക്ക് ഒരു തുമ്പും കിട്ടിയില്ല. പോലീസാണെന്ന് വെച്ചാൽ ഒരു ഉഴുതുമറിച്ച് അന്വേഷിച്ചു. ഒരു ഫോണിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല, ഒരു CCTV ഒരു പ്രശ്നം കിട്ടുന്നില്ല, യാതൊരു ലൊക്കേഷൻ റിപ്പോർട്ടും കിട്ടുന്നില്ല. ഇയാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീഡിപ്പിച്ച് കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാളുടെ ഭാര്യ എന്ന് പറഞ്ഞ പെൺകുട്ടി, ഇയാളുടെ ഭാര്യയും കുട്ടിയുണ്ടല്ലോ. അപ്പോൾ ഈ ഭാര്യയായിട്ട് കുറേ ദിവസം, 1 കൊല്ലം 1.5 കൊല്ലം ഇതുപോലെ കഴിഞ്ഞപ്പോൾ ആ പെണ്ണ് വന്നിട്ട് ഇയാളുടെ ഭാര്യയായിട്ട് നിൽക്കുന്ന ആ പെണ്ണ് വന്നിട്ട് ഇവളോട് സംസാരിക്കുക, നിനക്കിനി ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇതുപോലെ നിന്നെ കൊണ്ടുവന്ന അതുപോലെ തന്നെയാണ് എന്നെയും കൊണ്ടുവന്നത്, അതും വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് എന്നോട് പറഞ്ഞത് എന്താ, നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് അതുപോലെ ഒരാളെ വേറെ കിട്ടണം, അപ്പം നിനക്ക് രക്ഷപ്പെടാം, അല്ലാണ്ട് നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടലില്ല. ഇത് എനിക്ക് കിട്ടിയൊരു അരിയാണ് നീ. അപ്പോൾ അതുകൊണ്ട് നീ ഇയാളുടെ ലൈംഗിക അടിമയാണ്. അപ്പോൾ നീ ഇവിടെ നല്ലോണം പോലെ ഇയാളുടെ ഭാര്യയായിട്ട് ഇവിടെ നിൽക്കുക. അപ്പോൾ ഇയാൾ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തും. ഈ സ്ഥലത്ത് നിന്നൊന്ന് രക്ഷപ്പെടാൻ വേറെ യാതൊരു മാർഗമില്ല. ഏതെങ്കിലും കാരണവശാൽ ഇപ്പം എന്നെ തന്നെ അയാൾ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഞാനിത് പോലീസിൽ പറയുകയോ വേറെ എവിടെയെങ്കിലും ചെന്ന് പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കുടുംബക്കാർ മുഴുവൻ
നാശമാകും, കൊല്ലുക തന്നെ ചെയ്യും. അതിനുള്ള കഴിവുണ്ട്, അതുപോലെ അതിനുള്ള മരുന്നുകളുണ്ട്, അതുപോലെ തന്നെ ഇയാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ ഇയാളെടുത്ത് വന്ന പല സ്ത്രീകളെയും ഇയാൾ ഇതുപോലെ അനുസരണിക്കാത്ത സ്ത്രീകളെ ഇയാൾ കൊന്ന് ഇവിടെ കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഇവിടുത്തെ സെപ്റ്റി ടാങ്ക് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകൾ അസ്ഥി കൂടം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കണ്ട് പേടിച്ചിട്ടുണ്ട് ഞാൻ ഒരാളോടും ഒരു പ്രശ്നം ഉണ്ടാക്കാണ്ട് ഞാൻ ഒതുങ്ങി കഴിയുന്നു. ഇപ്പം നീങ്ങി വന്നു, നിന്നെ അയാൾ ഒരു ലൈംഗിക അടിമയാക്കി മാറ്റി, അപ്പോൾ എനിക്ക് മോചനം കിട്ടണം, എനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അപ്പോൾ പറഞ്ഞു, ചേച്ചി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുക, എന്നെ എവിടെയെങ്കിലും ചെന്നൊന്ന് പറയാൻ പറ്റില്ല. പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇയാൾക്കെതിരെ ചെയ്താൽ ഇയാൾ എന്നെ നശിപ്പിച്ചു കളയും. എന്നെ മാത്രമല്ല, ഇത്രയും കൊല്ലങ്ങളായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി പോകും നോക്കുക. വീട്ടുകാർക്ക് പോലും അറിയില്ല ഞാൻ മരിച്ചു പോയെന്ന് വീട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാവും. ഞാൻ ചെല്ലുമ്പോൾ എൻ്റെ വീടും അഡ്രസ്സും വീട്ടുകാരും എല്ലാ ആൾക്കാരും അതൊക്കെ അയാളൊക്കെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി വേറൊരാളെ ഇയാൾ ഇതുപോലെ അടിമയാക്കി കൊണ്ടുവരുമ്പോൾ, ഒരു പെണ്ണിനെ കിട്ടി കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്കൊരു മോചനം ഉണ്ടാവും, അല്ലാണ്ടൊരു മോചനം ഉണ്ടാവില്ല എന്നുള്ള കാര്യം നീ സത്യമായിട്ട് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തൊട്ട് ഇപ്പോൾ ഭാര്യയായിരുന്ന സ്ത്രീനെ ഇയാൾ പറഞ്ഞു വിടുന്നു. അപ്പോൾ ഈ ഭാര്യയായുള്ള സ്ത്രീ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം, ഇയാളെ ഇത് ഇനി ഇങ്ങനെ നടത്തിക്കൂടാ, ഇയാളെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കണം, ഇയാളെ വേരോടുകൂടി പിഴുതെറിയണം എന്നുള്ള ഭയങ്കരമായുള്ളൊരു ചിന്ത ആ പെണ്ണിനുണ്ടാകും. ആ പെണ്ണെന്തുണ്ടായി വെച്ചിട്ടുണ്ടെങ്കിൽ പൂമ്പഴകി, അതൊരു ക്രിസ്ത്യൻസ് പെണ്ണാണ്. ആ സ്ത്രീ പൂമ്പഴകി ഒരു അച്ഛൻ്റെ അടുത്ത് കയറിയിട്ട്, ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ കയറിയിട്ട് കുമ്പസരിച്ചപ്പോൾ ഈ രഹസ്യങ്ങൾ മുഴുവൻ അച്ഛനോട് പറഞ്ഞു. ഇങ്ങനെയുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെയാണെന്നു, ഇത്രയും ദിവസം ഞാൻ നാട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ പിടിച്ചു കൊണ്ടുവന്നാണ്, ഇപ്പോൾ വേറെ സ്ത്രീനെ കൊണ്ടുവന്നിട്ടുണ്ട്, പല സ്ത്രീകളെ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്, പല സ്ത്രീകളെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പറയാത്തത്. ഇനിയിപ്പോൾ എൻ്റെ ഒരു അനിയത്തിനെ പോലെ കണ്ടിട്ട് ആ പെൺകുട്ടീനെ ഞാൻ കാണുന്നു. ആ പെൺകുട്ടീനെ എങ്ങനെയും അവിടെ നിന്ന് രക്ഷിക്കണം. അല്ലെങ്കിൽ അദ്ദേഹം അത്രയധികം പീഡനം സഹിച്ച് ചിലപ്പോൾ അത് അല്പം മരിച്ചു പോവാം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയും അച്ഛൻ ഇതിൽ നിന്നൊരു പോംവഴി ഉണ്ടാക്കണം. അപ്പോൾ കുമ്പസാര കേസ് ഞാൻ എങ്ങനെ പുറത്ത് പറയും, അതൊന്നും എനിക്കറിയില്ല. ഈ കാര്യങ്ങളെല്ലാം അച്ഛനെ ഞാൻ ഏൽപ്പിച്ചു, ഞാൻ പോകണം. എന്നെ ഇനി ഞാൻ വീട്ടിലേക്ക് പോകണില്ല, ഞാൻ എവിടേക്കെങ്കിലും പോകണം, എവിടെയെങ്കിലും എനിക്ക് ജീവിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ആ അച്ഛനോട് കുമ്പസരിച്ച് ആ സ്ത്രീ എവിടേക്കോ പോയി. അച്ഛനത് രാത്രിയും പകലും ഉറക്കമില്ലാണ്ടായി. ലാസ്റ്റ് എന്തുണ്ടായി, അച്ഛൻ ചെന്ന് വലിയ മേലധികാരിനെ അറിയിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അച്ഛൻ്റെ മേലധികാരിനെ അറിയിച്ചു, ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനൊരു സ്ത്രീ വന്ന് കുമ്പസരിച്ചിട്ടുണ്ട്, നമ്മളെന്ത് ചെയ്യണമെന്ന് വിചാരിച്ചു. അവർ കൂടി ആലോചിച്ചിട്ട് പോലീസുകാരെ അറിയിച്ചു. പോലീസുകാർ വന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഈ പെൺകുട്ടീനെ മോചിപ്പിച്ചു. അവിടെ നിന്ന് എല്ലാ തെളിവുകളും കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പോൾ അയാൾ ജയിലിലാണ്. അപ്പോൾ നമ്മൾ കാറിൽ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് പോണവരും, പരിചയമില്ലാത്തവരുടെ ബൈക്കുമ്മ കയറി പോണവരും, പരിചയമില്ലാത്തവരുടെ കാറുകളിൽ കയറി ഇന്ന് പോണവരും സൂക്ഷിക്കുക. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഒരു മരണത്തിലേക്ക് നിങ്ങളുടെ യാത്രയായിരിക്കും. പരിചയക്കാരുടെ കൂടെ മാത്രം നിങ്ങൾ യാത്ര ചെയ്യുക. നിങ്ങളിപ്പോൾ ഒരു ലോറിയിൽ നിങ്ങളൊരു ലിഫ്റ്റ് അടിച്ച് പോകാമെന്ന് വിചാരിക്കുക. ഈ ലോറി ഡ്രൈവർമാർ ഒരുപാട് കള്ളന്മാരുണ്ട്. നിങ്ങളെ ചിലപ്പോൾ കയറി പിടിച്ചുകൊണ്ട് വരും. നിങ്ങൾ ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആണായാലും നിങ്ങളെ അവർ ഉപയോഗിക്കും, വേറെ രീതിയിൽ ഉപയോഗിക്കും. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഫ്രീ ആയിട്ട് ലിഫ്റ്റ് അടിച്ച് പോണവർ വളരെ വളരെ ശ്രദ്ധിക്കുക. ഈ യൂട്യൂബേഴ്സ് ലേഡിക്കുണ്ടായ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഒരാളും നല്ലവരല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.